ആധുനിക നാനോമീറ്റർ ചിപ്പുകൾ നിർമ്മിക്കാൻ ഭാരതം ഒരുങ്ങുന്നു. 6 സംസ്ഥാനങ്ങളിൽ പ്ലാന്റുകൾ സജ്ജമാവുകയാണ്. ഇതോടെ നരേന്ദ്രമോദിയുടെ ഭാരതത്തിന്റെ സ്വന്തം ചിപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ദില്ലിയിൽ നടന്ന സെമികോൺ 2024 സമ്മേളനത്തിലാണ് ലോകത്തിലെ എല്ലാ ഉപകരണങ്ങളിലും ഒരു ഇന്ത്യൻ നിർമ്മിത ചിപ്പ് ഉണ്ടായിരിക്കണം എന്നതാണ് ഭാരതത്തിന്റെ സ്വപ്നമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഭാരതം. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആധുനിക ചിപ്പുകൾ ഈ വർഷ അവസാനത്തോടെ ഉത്പാദിപ്പിക്കാനാകും. ചെറിയ അളവിൽ കൂടുതൽ ക്ഷമതയുള്ള ചിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ രാജ്യം വിജയത്തിലേക്ക് അടുക്കുന്നു. ചിപ്പുകളിലെ ട്രാൻസിസ്റ്ററുകളുടെ അളവും അവ തമ്മിലുള്ള അകലവും മറ്റു ഘടകങ്ങളും അനുസരിച്ചാണ് ഇവയുടെ നാമകരണം. ഇന്ത്യ സെമികണ്ടക്ടർ മിഷനാണ് ഈ നിർണായക നേട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 28, 45, 65 എന്ന തരത്തിലുള്ള നാനോമീറ്റർ ചിപ്പുകളാണ് ഇപ്പോൾ വികസിപ്പിക്കുക. ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം കൂടുമ്പോൾ ചിപ്പിന്റെ ക്ഷമത കൂടും. ഊർജ്ജ സംരക്ഷണവും ഉയർന്നു നിൽക്കും. താപചാലകത കുറയും. ഇത് ചിപ്പ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ താപനില കുറയ്ക്കും. കൂടുതൽ അളവിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാം. നിലവിൽ ചിപ്പ് നിർമ്മാണത്തിൽ തായ്വാൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ രാജ്യങ്ങൾ 5, 7 നാനോമീറ്റർ വരെയുള്ള ചിപ്പുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ചിപ്പുകളുടെ വലിപ്പം വീണ്ടും കുറയ്ക്കാനുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. നിലവിൽ ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ വലിയ തോതിൽ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തി ചിപ്പുകൾ വികസിപ്പിക്കുന്നതും കേന്ദ്രം പരിഗണിക്കുകയാണ്. അർദ്ധചാലകങ്ങളുടെ നിർമ്മാണ രംഗത്തെ അന്താരാഷ്ട്ര കമ്പനികളുമായി സഹകരിച്ചാണ് ഈ രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റം. സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം, പരീക്ഷണം, തരംതിരിക്കൽ, പാക്കേജിംഗ് തുടങ്ങിയ പ്രക്രിയകൾ നടത്താനായി ഗുജറാത്ത്, ഒഡീഷ, പഞ്ചാബ്, അസം, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 6 സംസ്ഥാനങ്ങളിൽ വിവിധ പ്ലാന്റുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വ്യവസായം, ബഹിരാകാശം, തീവണ്ടി, ആരോഗ്യം, ഈ വാഹനങ്ങൾ, പ്രതിരോധം, സാങ്കേതികം തുടങ്ങിയ മേഖലയിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നവയാണ് അർദ്ധചാലകങ്ങൾ. 76,000 കോടിയുടെ പദ്ധതികളാണ് പല ഘട്ടങ്ങളിലായി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ തദ്ദേശീയമായി ചിപ്പുകൾ നിർമ്മിക്കുന്നതോടെ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെ IT മേഖലയ്ക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നാണ് കണക്കുകൂട്ടൽ. അർദ്ധചാലകങ്ങളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാസസംയുക്തമാണ് സിലിക്കൺ ഡയോക്സൈഡ്. മണ്ണ്, പാറ, മണൽ എന്നിവയിൽ കാണപ്പെടുന്ന ഇവ ഖനനം ചെയ്തെടുക്കും. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലെ രാസപ്രക്രിയയിലൂടെ ഏറ്റവും പരിശുദ്ധമായ സിലിക്കൺ ലഭിക്കും. പോളിസിലിക്കൺ പിന്നീട് ഖരരൂപത്തിലാക്കും. തുടർന്ന് ലഭിക്കുന്ന സിലിക്കൺ വേഫറുകളെ ചിപ്പുകളായി മാറ്റിയെടുക്കുകയാണ്. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധമായ വാതകം, രാസപദാർത്ഥങ്ങൾ, ധാതുക്കൾ എന്നിവ സ്വന്തം നിലയിൽ ഉത്പാദിപ്പിക്കാനും രാജ്യം ശ്രമിക്കുന്നു. സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് ഇന്ത്യ ലോകത്ത് തന്നെ മുൻനിരയിൽ എത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പുതിയ കാലം സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സെമി കണ്ടക്ടർ വ്യവസായം ഇതിന് അടിസ്ഥാനമാകും. ലോകത്തിന്റെ തന്നെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ആഗോള വ്യവസായ രംഗത്ത് ഇന്ത്യ വലിയ പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇലക്ട്രോണിക് ചിപ്പുകളുടെ ആവശ്യം ഉയരുകയാണ്. അതിനാൽ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തിന് ഉയർന്ന സാധ്യതകളുണ്ട്. 21ാം നൂറ്റാണ്ടിൽ ചിപ്പുകൾ വേണ്ടാതെ വരില്ല. ഇലക്ട്രിക് ചിപ്പുകളുടെ ലഭ്യത കുറയുമ്പോൾ ഇനി ലോകത്തിന് ഇന്ത്യയെ ആശ്രയിക്കാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.